ജനാഭിമുഖ കുർബാന വേണോ അൾത്താര അഭിമുഖ കുർബാന വേണോ എന്നതാണ് ഇന്ന് കത്തോലിക്ക സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കർത്താവ് സെഹിയോൻ ഊട്ടുശാലയിൽ പെസഹ ആചരിച്ചത് ഏത് ദിശയിലേക്ക് തിരിഞ്ഞാണെന്നതനുസരിച്ചല്ല, പരിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ ദൈവാരാധനയ്ക്ക് നിൽക്കുന്നതിന്റെ ദിശ നിശ്ചയിക്കുന്നത്. അന്ത്യത്താഴവേളയിൽ സ്ലീഹന്മാർ കർത്താവിനെ നോക്കി നിന്നതുപോലെ കർത്താവിന്റെ സിംഹാസനമായ മദ്ബഹ അൾത്താരയെ നോക്കി വേണം പുരോഹിതൻ ദൈവജനത്തോടൊപ്പം കുർബാന ആചരിക്കാൻ. ഉദാഹരണത്തിന്, ശ്ലൈഹിക പ്രമാണിയായ മാർ പത്രോസ് ലീഹ കർത്താവ് പെസഹ ആചരിച്ചപ്പോൾ വിമതരെ പോലെ കർത്താവിന്റെ പിറകിൽ പോയി നിന്ന് മറ്റ് സ്ലീഹന്മാരുടെ നേരെ നോക്കി നിന്നില്ല. പുരോഹിതൻ കർത്താവിന്റെ പ്രതിപുരുഷനാണ്. പുരോഹിതൻ മാത്രമല്ല, മാമോദീസയും മൂറോനും സ്വീകരിച്ച എല്ലാ വിശ്വാസികളും കർത്താവിന്റെ പ്രതിപുരുഷന്മാരാണ്. കാർമികൻ ദൈവജന പ്രതിനിധിയാണ്. എല്ലാ സഭകളിലും പൗരാണിക കാലം മുതൽ ദൈവജനത്തിന് വേണ്ടി മദ്ബഹയിൽ ഏദൻ തോട്ടത്തിന്റെ ദിശയായ കിഴക്കിലേക്ക് നോക്കിയാണ് കാർമികൻ യാചിക്കുകയും ബലി അർപ്പിക്കുകയും ചെയ്യുക.